ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് BSEPR തിയറി പഠിച്ചു. കുറച്ച് മോളിക്യൂൾസിന് ഷേപ്പ് ഉണ്ട്. BSEPR തിയറിക്കും കുറച്ച് പോരായ്മകളുണ്ട്. ഇനി നമ്മൾ അടുത്ത തിയറി പഠിക്കുന്ന ആ ഡിഫക്റ്റ് എന്താ പറയുക പരിഹരിച്ചിട്ട് അടുത്ത തിയറിയാണ് ബാലൻസ് ബോണ്ട് തിയറി. VBT എന്ന് ഷോർട്ടായിട്ട് പറയും. ബാലൻസ് ബോണ്ട് തിയറി പ്രൊപ്പോസ് ചെയ്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റുകളാണ് ഹെയ്റ്റ്ലർ ആൻഡ് ലണ്ടൻ. പിന്നീട് പലരും അതിന് വേറെ എക്സ്പ്ലനേഷൻ്റെ ഇന്നസ് പോളിങ്ങിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ബാലൻസ് ബോണ്ട് തിയറിക്കാരുടെ ആശയം അനുസരിച്ച് അക്കോർഡിംഗ് ടു ബാലൻസ് ബോണ്ട് തിയറി രണ്ട് ആറ്റംസിനിടയ്ക്ക് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് ഇഫ് ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ ആ ബോണ്ട് ഫോർമേഷൻ്റെ ഫലമായിട്ട് ഡിക്രീസ് ഓഫ് എനർജി നടക്കണം. എന്നാലാണ് അവർ ബോണ്ടഡ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് ആറ്റംസ് മോളിക്യൂളായിട്ട് മാറുമ്പോൾ അവിടെ എന്ത് നടക്കണം എന്ന് പറയുന്നത് ഡിക്രീസ് ഓഫ് എനർജി, ലോവറിങ് ഓഫ് എനർജി. ഫോർമേഷൻ ഓഫ് ബോണ്ട് നടക്കണമെങ്കിൽ ലോവറിങ് ഓഫ് എനർജി ഉണ്ടാവണം. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂളാണ് പറയുന്നത് കേട്ടോ. ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ, ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ. അവരുടെ ആശയപ്രകാരം നമ്മൾ എടുക്കുന്ന രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് HA ആൻഡ് HB, രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് കേട്ടോ. ആദ്യത്തെ ആളുടെ ന്യൂക്ലിയസ് NA, അയാളുടെ ഇലക്ട്രോൺ EA. രണ്ടാമത്തെ ആളുടെ ന്യൂക്ലിയസ് NB, അയാളുടെ ഇലക്ട്രോൺ EB. നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രത്യേകത ന്യൂക്ലിയസും അതിന് ചുറ്റും ഒരു ഷെല്ലിൽ മാത്രമേ ഇലക്ട്രോൺ ഉള്ളൂ, അത് ഒരു ഇലക്ട്രോൺ. ഇനി ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് വെൻ ദേ ആർ അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്, അവർ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത സമയം ഇൻഫിനിറ്റ് ഒരുപാട് അകലത്തിലാണ് കരുത്. അപ്പോൾ അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഇൻ്ററാക്ഷൻസും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷനോ റിപ്പൽഷനോ ഒന്നുമില്ല. ആ സമയത്ത് അവരുടെ എനർജി മാക്സിമം ആയിരിക്കും. ഓരോരുത്തർക്കും സ്വന്തം എനർജിയാണ്. ദെൻ ആ എനർജി നമ്മൾ സീറോ എനർജി ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇനി വെൻ ദേ കം ക്ലോസർ, അവരടുത്തേക്ക് വരും. അപ്പോൾ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സസും റിപ്പൾസീവ് ഫോഴ്സസും അറൈസ് ചെയ്യും. രണ്ട് തരം അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ് വരുന്നത് ഇവർക്ക് അടിക്കുക കേട്ടോ. അട്രാക്റ്റീവ് ഫോഴ്സസ് രണ്ട് തരം. ഒന്ന്, ആദ്യത്തെ ആളുടെ ന്യൂക്ലിയസിന് NAക്ക് അയാളുടെ ഇലക്ട്രോണുമായിട്ടുള്ള ബന്ധം, NAEA അടുപ്പം. ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണായിട്ടുള്ള ബന്ധം. അതുപോലെ NBക്ക് EB ആയിട്ടുള്ള ബന്ധം. ഇതൊരു തരം അട്രാക്റ്റീവ് ഫോഴ്സ്. രണ്ടാമത്തെ തരം, ആദ്യത്തെ ആളുടെ ന്യൂക്ലിയസ് രണ്ടാമത്തെ ആളുടെ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ആളുടെ ന്യൂക്ലിയസ് ആദ്യത്തെ ആളുടെ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് തമ്മിൽ അടുത്തടുത്ത് വരുമ്പോൾ കം ക്ലോസർ, അവിടെ രണ്ട് തരം അട്രാക്ഷനും രണ്ട് തരം റിപ്പൾഷനും വരും. അട്രാക്ഷൻ വരുന്നത് ആദ്യത്തെ ആളുടെ ന്യൂക്ലിയസിന് അയാളുടെ തന്നെ ഇലക്ട്രോണോടുള്ള അടുപ്പം, രണ്ടാമത്തെ ആളുടെ ന്യൂക്ലിയസിന് അയാളുടെ തന്നെ ഇലക്ട്രോണോടുള്ള അടുപ്പം. പിന്നെ ആദ്യത്തെ ആളുടെ ന്യൂക്ലിയസ് രണ്ടാമത്തെ ആളുടെ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യും, രണ്ടാമത്തെ ആളുടെ ന്യൂക്ലിയസ് ആദ്യത്തെ ആളുടെ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ രണ്ട് തരം റിപ്പൾസീവ് ഫോഴ്സസും വരുന്നുണ്ട്. റിപ്പൾസ് ആരൊക്കെ തമ്മിലാണ് പറയും? NAയും NBയും തമ്മിൽ റിപ്പൾഷൻ. രണ്ട് പോസിറ്റീവ് ചാർജ് അല്ലേ, രണ്ട് ആറ്റംസിൻ്റെയും ന്യൂക്ലിയസുകൾക്കിടയ്ക്ക് റിപ്പൾഷൻ. അതുപോലെ തന്നെ രണ്ടുപേരുടെയും ഇലക്ട്രോണുകൾക്കിടയ്ക്കും റിപ്പൾഷൻ. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് അടുത്ത് വരുന്നു, രണ്ട് തരം അട്രാക്ഷൻ. ആദ്യം അവർ ഒരുപാട് അകലത്തിൽ നിൽക്കുമ്പോൾ അവർക്കിടയ്ക്ക് ഒരു തരത്തിലുള്ള ഫോഴ്സസും ഇല്ല, അട്രാക്റ്റീവ് ഫോഴ്സസും ഇല്ല, റിപ്പൾസീവ് ഫോഴ്സസും ഇല്ല. പക്ഷേ അവർ കം ക്ലോസർ രണ്ട് തരം ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യാണ്, അട്രാക്റ്റീവ് ഫോഴ്സസും റിപ്പൾസീവ് ഫോഴ്സസും. അറ്റ് ദ ബിഗിനിങ്, തുടക്കം, അട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ റിപ്പൾഷൻ. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് സ്ട്രോങ്ങർ അല്ലെങ്കിൽ കൂടുതൽ ദാൻ റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ അട്രാക്ഷൻ കൂടുതലെന്ന് പറയുമ്പോൾ അവർ അടുക്കാൻ തുടങ്ങും. എവിടെ അട്രാക്ഷൻ വന്നു, റിലീസ് ഓഫ് എനർജി നടക്കും. അപ്പോൾ അവരുടെ എനർജി സീറോ ആയിരുന്നു. അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരുടെ എനർജി ഹൈ ആണ്. അത് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് അവർ മോളിക്യൂൾ ആവാൻ നോക്കുന്നത്. സ്റ്റെബിലിറ്റി വരണമെങ്കിൽ ബാലൻസ് ബോണ്ട് തിയറിക്കാർ പറയണത് രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ആവാനുള്ള കാര്യം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സ്റ്റെബിലിറ്റി വരുത്തുന്നത് അവർ ബൈ ലോവറിങ് എനർജിയാണ്. അവരുടെ എനർജി കുറച്ചിട്ട്. എങ്ങനെയാണ് എനർജി കുറയണേ? ഇങ്ങനെയാണ്. അതായത് രണ്ടുപേർക്കും ഇടയ്ക്ക് അടുപ്പം വരുമ്പോൾ, അട്രാക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എനർജി കുറയും. അപ്പോൾ സീറോ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന എനർജി, അതിൽ നിന്ന് കുറയുമ്പോൾ അവരുടെ എനർജി ബിക്കം നെഗറ്റീവ്. അങ്ങനെ അവർ അടുത്തടുത്ത് വരുന്നു കുറേ. അപ്പോൾ എനർജി അത്രമാത്രം കുറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഘട്ടം എത്തിക്കഴിയുമ്പോൾ അപ്പോഴേക്കും റിപ്പൾസീവ് ഫോഴ്സസ് അടുപ്പം കൂടുന്തോറും റിപ്പൾഷൻ നന്നായിട്ട് വരും.
ഒരു പർട്ടിക്കുലർ ഘട്ടം എത്തിക്കഴിയുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സസ് ബാലൻസസ് റിപ്പൾസീവ് ഫോഴ്സസ്. ആ സമയത്ത് നമ്മൾ പറയും ആറ്റംസ് ബോണ്ടഡ്, അവർ ബോണ്ടിങ് നടന്നു. അപ്പോഴാണ് അവർ ലോവസ്റ്റ് എനർജിയിലാവണേ. അതാണ് അവരുടെ സ്റ്റെബിലിറ്റിക്ക് കാരണം. സെറ്റ് ടു ബി ബോണ്ടഡ്. ഹൈഡ്രജൻ ആറ്റംസിൻ്റെ കേസിൽ അവിടെ അവർ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബോണ്ടഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ ന്യൂക്ലിയസുകൾക്കിടയ്ക്കുള്ള അകലം 74 പൈക്കോമീറ്റർ. അതുവരെ അവരെടുക്കും 74 പൈക്കോമീറ്റർ. ആ 74 പൈക്കോമീറ്ററിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് ബോണ്ടഡ് ആറ്റംസിൻ്റെ ന്യൂക്ലിയസുകൾക്കിടയ്ക്കുള്ള അകലം, ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ ബോണ്ട് ലെങ്ത് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ഗ്രാഫായിട്ട് കാണിക്കാൻ പോവാണ്. ഗ്രാഫ് വരച്ചിട്ട് കാണിക്കാൻ പോകണ്ട. ഈ അട്രാക്ഷനും റിപ്പൽഷനും എനർജി ലോവറിങ്ങും ഒക്കെ നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഗ്രാഫാണ് ചോദിച്ച് കണ്ടിട്ടുള്ളൂ, എക്സ്പ്ലനേഷൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഇതാ ഇവിടെ എനർജി, വൈ ആക്സിസിൽ എനർജി, എക്സ് ആക്സിസിൽ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്, രണ്ട് ആറ്റംസിൻ്റെയും ന്യൂക്ലിയസുകൾക്കിടയ്ക്കുള്ള അകലം, ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. വൈ ആക്സിസിൽ എനർജി, നെഗറ്റീവ് ടു പോസിറ്റീവ് വരെ കേട്ടോ. ഇവിടെയാണ് സീറോ എനർജി നമ്മൾ പറയുന്നത്. താഴത്തേക്കൊക്കെ നെഗറ്റീവ്, മുകളിലേക്കൊക്കെ പോസിറ്റീവ്. ആ സീറോ എനർജി ഒന്ന് കാണിച്ചു കേട്ടോ. നമ്മൾ പറഞ്ഞു രണ്ട് ആറ്റംസ് ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ അവരുടെ എനർജി സീറോ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് ഹൈ എനർജി. അത് കൂടുതൽ വലിയ എനർജി ആയതുകൊണ്ടാണ് അവർ കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ രണ്ട് ആറ്റംസ് തമ്മിൽ നല്ല അകലാണ് കേട്ടോ. അത് തമ്മിൽ ഒരു തരം അടുപ്പില്ല. ആ സമയത്ത് അവരുടെ എനർജി സീറോ. ഇവിടെയാണ് സീറോ എനർജി. ഇനി അവർ അടുക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ എനർജി കുറഞ്ഞ് ഇവിടെ വരെ എത്തും. ഇപ്പോൾ ഇവിടെ ഇവർക്കിടയ്ക്കുള്ള അകലാണ് 74 പൈക്കോമീറ്റർ. അത്ര വരെ അടുത്തു. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ബാലൻസസ് റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ അവിടെ ഹൈഡ്രജൻ മോളിക്യൂൾ ഫോർമേഷൻ നടന്നു. ഇനി അടുത്താൽ എന്താ? ഇതുവരെ അവരടുക്കുള്ളൂ. ഇനി അടുത്താൽ എന്താ കുഴപ്പമെന്നറിയോ? ഇനി അടുത്താൽ റിപ്പൽഷൻ ബിക്കം ഗ്രേറ്റർ ദാൻ അട്രാക്ഷൻ. റിപ്പൽഷൻ കൂടി എന്താ പ്രശ്നം? എനർജി കൂടും. അട്രാക്ഷൻ വന്ന എനർജി കുറയും, റിപ്പൽഷൻ വന്ന എനർജി കൂടും. ഇനി അടുത്താൽ അവരുടെ എനർജി ഇങ്ങനെ കൂടും. ഇത് കണ്ട, പണ്ട് സീറോ എനർജി ആയിരുന്നപ്പോൾ തന്നെ സ്റ്റേബിൾ അല്ല. അതുകൊണ്ടാണ് അവർ ഈ മോളിക്കൂൾ ആവാൻ നോക്കിയത്. സീറോ എനർജിയിൽ നിൽക്കുമ്പോൾ തന്നെ സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാരണമാണ് അവർ മോളിക്കൂൾ ആവാൻ നോക്കുന്നത്. ഇപ്പോൾ സീറോ കഴിഞ്ഞിട്ട് പോസിറ്റീവിലേക്ക് പോയി. അതാണ് പറയുന്നത് ഇവിടെ വരെ അടുക്കുള്ളൂ. അവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് 74 പൈക്കോമീറ്റർ. അപ്പോൾ ഇത് സീറോ എനർജിന്ന് കുറഞ്ഞു വരുന്നു. ഇവിടെ എത്തുമ്പോൾ അവർ ശരിക്കും ബോണ്ടഡ് ആയിട്ട് മോളിക്കൂളായി. അപ്പോൾ ഇതാണ് ബാലൻസ് ബോണ്ട് തിയറിക്കാരുടെ അഭിപ്രായ പ്രകാരം രണ്ട് ആറ്റംസ് ബോണ്ടഡ് ആവാനുള്ള കാരണം ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ബൈ ലോവറിങ് ദെയർ എനർജി. ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് അവർ രണ്ട് ആറ്റംസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എനർജി ലോവറിങ് നടക്കുമ്പോഴാണ് അവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കണത്. അങ്ങനെയാണ് അവർ സ്റ്റെബിലിറ്റി നേടുന്നതെന്നാണ് ബാലൻസ് ബോണ്ട് തിയറിക്കാരുടെ അഭിപ്രായം. അത് അവർ ഹൈഡ്രജൻ മോളിക്യൂൾ ഫോർമേഷൻ വഴി കാണിക്കുന്നു. ഇനി ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് വഴി ഇത് നമ്മൾ അതും ഈ ബാലൻസ് ബോണ്ട് തിയറിക്കാരുടെ ആശയം തന്നെയാണ് കേട്ടോ. അവർ പറയുന്നത് രണ്ട് ആറ്റംസ് അടുക്കുമ്പോൾ, അതായത് അവർ ബോണ്ട് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് അവരുടെ അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇന്റർ പെനിട്രേഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന ആറ്റം, ബി എന്ന് പറയുന്ന ആറ്റം, ആ രണ്ട് ആറ്റംസ് ബോണ്ടഡ് ആവണമെങ്കിൽ അവരുടെ അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർ പെനിട്രേറ്റ് ചെയ്യും, ഇവിടെ കിടക്കും. ഇന്റർ പെനിട്രേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസിനെ വിളിക്കുന്ന പേരാണ് ഓവർലാപ്പിംഗ്. നമ്മൾ ഇനി ഓവർലാപ്പിംഗ് എന്നുള്ള പേര് പഠിച്ചാൽ മതി. അപ്പോൾ ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റുകാർ പറയുന്നത് ബാലൻസ് ബോണ്ട് തിയറിയുടെ മെയിൻ പോയിന്റ്സ് തന്നെയാണ്. അവർ പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ബാലൻസ് ബോണ്ട് തിയറിക്കാരുടെ ആശയം ചോദിച്ചാൽ ഇത് തന്നെ പറഞ്ഞാൽ മതി. ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റിൽ പറയുന്ന കാര്യം അവർ പറയണത് എ കോവലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ present in the valence shell of combining atoms. കമ്പൈൻ ചെയ്യുന്ന ആറ്റംസിൻ്റെ അവസാനത്തെ ഷെല്ലിലുള്ള ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നത് വഴിയാണ് കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ രണ്ട് ആറ്റംസിനിടയ്ക്ക് കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ആര് വഴിയാണ്? ആ രണ്ട് കമ്പൈനിങ് ആറ്റംസിൻ്റെയും ബാലൻസ് ഷെല്ലിലുള്ള ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് പരസ്പരം ഓവർലാപ്പ് ചെയ്യും. അങ്ങനെയാണ് അവർക്കിടയ്ക്ക്. അപ്പോൾ ഷെയറിങ് നടക്കും, പെയറിങ് ഓഫ് ഇലക്ട്രോൺസ് വരും, അങ്ങനെ കോവലൻ്റ് ബോണ്ട് ഉണ്ടാവും. രണ്ടാമത്തെ പോയിന്റ്, ഓവർലാപ്പിംഗ് അറ്റോമിക് ഓർബിറ്റൽസ്
മസ്റ്റ് ഹാവ് ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. ഇപ്പം 2 ഹൈഡ്രജൻ ആറ്റംസ് ആണെന്ന് കരുതുക കേട്ടോ. ആദ്യത്തെ ആളുടെ ഓർബിറ്റിൽ ഇത്, രണ്ടാമത്തെ ആളുടെ ഓർബിറ്റിൽ ഇത്, 1s ഓർബിറ്റിൽ വരും. ഇതിലും ഒരു ഇലക്ട്രോൺ, ഇതിലും ഒരു ഇലക്ട്രോൺ. അതാണ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് മാത്രമേ ഓവർലാപ്പ് ചെയ്യുന്നതാണ് വാലൻസ് ബോണ്ട് തിയറിക്കാർ പറയുന്നത്. ഇതാ ഈ ഓവർലാപ്പിംഗ് അറ്റോമിക് ഓർബിറ്റൽ ഹാഫ് ഫിൽഡും ആവണം, അവരുടെ ഇലക്ട്രോൺ ഓപ്പോസിറ്റ് സ്പിന്നുമായിരിക്കണം. കണ്ട, ഓപ്പോസിറ്റ് സ്പിന്നായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് അവർ പറയുന്നത് ദ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ്. 2 അറ്റോമിക് ഓർബിറ്റൽസ് എത്രത്തോളം കൂടിച്ചേരും, എത്രത്തോളം ഇങ്ങോട്ട് ഇന്റർ പെനിട്രേറ്റ് ചെയ്യുന്നു, എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് എത്രമാത്രം ആ 2 അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ഇഴുകി ചേരുന്നു, അതിനനുസരിച്ച് ബോണ്ട് സ്ട്രോങ് ആവും. ഇനി ആസ് എ റിസൾട്ട് ഓഫ് ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എനർജി ഡിക്രീസ്ഡ്. അങ്ങനെ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസും സംഭവിക്കും. ഇതാണ് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റുകാർ കോവാലന്റ് ബോണ്ട് ഫോർമേഷനെ പറ്റി പറയുന്നത്. ഒന്ന് പറയാം. 2 കമ്പൈനിങ് ആറ്റംസിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് പരസ്പരം ഓവർലാപ്പ് ചെയ്തിട്ടാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ആസ് എ റിസൾട്ട് ഓഫ് ഓവർലാപ്പിംഗ് എനർജി കുറയും. അങ്ങനെ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കും, ബോണ്ട് ഫോർമേഷൻ നടക്കും. അടുത്ത പോയിന്റ് പറയുന്നത് ഒരു ബോണ്ട് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് തീരുമാനിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ്. എത്രമാത്രം അവർ ഓവർലാപ്പ് ചെയ്യുന്നു, എത്രമാത്രം എഴുതി ചേരുന്നു, അതിനനുസരിച്ച് ഇങ്ങോട്ട് കടക്കുന്നു, ഓവർലാപ്പ് ചെയ്യുന്നു, അതിനനുസരിച്ച് ബോണ്ട് സ്ട്രോങ് ആവും. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് വഴി ബോണ്ടുകളെ, കോവാലൻ്റ് ബോണ്ടുകളെ 2ആയിട്ട് തിരിക്കുന്നു, സിഗ്മ ബോണ്ടും പൈ ബോണ്ടും. അത് ചോദിക്കും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ഓവർലാപ്പിംഗ് കോവാലന്റ് ബോണ്ട്സ് ആർ ഓഫ് 2 ടൈപ്സ്, സിഗ്മ ബോണ്ടും പൈ ബോണ്ടും കേട്ടോ. സിഗ്മ ബോണ്ട് അതിനിങ്ങനെ കാണിക്കും കേട്ടോ, ആൻഡ് പൈ ബോണ്ട്. എങ്ങനെയാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യണമെന്ന് പറയാം. 2 അറ്റോമിക് ഓർബിറ്റൽസ്, ഇതാണ് ഇന്റർ ന്യൂക്ലിയർ ആക്സിസ്. ഇങ്ങനെ കാണിക്കുക നമ്മൾ 2 ന്യൂക്ലിയസുകളെ കണക്ട് ചെയ്യുന്ന ആക്സിസ്. അപ്പോൾ ഈ ഇന്റർ ന്യൂക്ലിയർ ആക്സിസിൽ ഇങ്ങനെ കിടക്കാന്ന് കരുതി, ഇങ്ങനെ കിടക്കുക. ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന് കുറുകെ കിടക്കുകയാണെങ്കിൽ അവർ ഓവർലാപ്പ് ചെയ്യുക ഇതുപോലെയാണ്, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്, ആക്സിയൽ ഓവർലാപ്പിംഗ് എന്നൊക്കെ പറയും. അത് മാക്സിമം ആയിരിക്കും, ഭയങ്കര ഓവർലാപ്പിംഗ് നടക്കും. അപ്പോൾ സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് അഥവാ ആക്സിയൽ ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്. അതാണ് സിഗ്മ ബോണ്ട്. ഇങ്ങനെ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആകുമ്പോൾ മാക്സിമം ഇങ്ങോട്ട് കടക്കാൻ പറ്റും. സോ സിഗ്മ ബോണ്ട് ഈസ് എ സ്ട്രോങ് ബോണ്ട്. ഇനി ഏതൊക്കെ അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് സിഗ്മ ബോണ്ട് വരുന്നതെന്ന് പറഞ്ഞുതരാം. ഒന്ന്, സിഗ്മ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് SS ഓവർലാപ്പിംഗ്. 2 S ഓർബിറ്റൽസ് വന്നാൽ അവർ ഓവർലാപ്പ് ചെയ്യുക ഈ രീതിയിലാണ്, SS ഓവർലാപ്പിംഗ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ കേസ് തന്നെ എടുക്കാം. ഇത് ഹൈഡ്രജൻ്റെ ഒരു ഹൈഡ്രജൻ ആറ്റുന്നത് 1s ഓർബിറ്റിൽ, ഇത് അടുത്ത ഹൈഡ്രജൻ ആറ്റുന്നത് 1s ഓർബിറ്റ്. ഇവർ ഓവർലാപ്പ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ ഒരു കണക്കും കണ്ട. ഈ ഭാഗമാണ് ഓവർലാപ്പിംഗ് റീജിയൻ. ഇതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ബോണ്ട് സിഗ്മ ബോണ്ട് ബൈ SS ഓവർലാപ്പിംഗ്. ഈ SP ഓവർലാപ്പിംഗ്, SP ഓവർ ഒരു S ഓർബിറ്റിലും ഒരു P ഓർബിറ്റിലും വന്നാലും ഇങ്ങനെ തന്നെയാണ്. ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന് ഇതാണ് ന്യൂക്ലിയസ്. ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന് അലോങ് ദ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. ഒരു S ഓർബിറ്റിലും ഒരു P ഓർബിറ്റിലും. P ഇങ്ങനെയല്ലേ, ഡബിൾ ഷേപ്പ് അല്ലേ വരയ്ക്കാം. ദ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. ഇവിടെയാണ് ഓവർലാപ്പിംഗ് വെച്ച് SP ഓവർലാപ്പിംഗ്. ഇനി 2 P ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്താലും സിഗ്മ ബോണ്ട് വരും. എങ്ങനെ? 3 തരം P ഓർബിറ്റൽസ് ഉണ്ട് നമുക്ക്, PX, PY, PZ. അതിൽ 2 നമുക്കറിയാം പെർപെൻഡിക്കുലർ ടു ദ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആണ്. പെർപെൻഡിക്കുലർ ടു ദ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കുക PX-ഉം PY-ഉം ആണ്. എപ്പോഴും ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് Z ആക്സിസ് ആണ് എടുക്കുക. അപ്പോൾ PZ ഓർബിറ്റലാണ് ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന് പാരലലായിട്ട് കിടക്കുന്നത്. അപ്പോൾ 2 PZ ഓർബിറ്റൽസ് വന്നാൽ അവർ ഓവർലാപ്പ് ചെയ്യുമ്പോൾ സിഗ്മ ബോണ്ടാ ഫോം ചെയ്യുക. ദേ ഇങ്ങനെ PP ഓവർലാപ്പിംഗ്. ഒരു P ഓർബിറ്റിൽ ഇത്, അടുത്ത P ഓർബിറ്റിൽ ഇത് ഓവർലാപ്പ് ചെയ്യണം, ഈ ഭാഗത്തേക്ക് കയറും കേട്ടോ. ഇതാണ് ഓവർലാപ്പിംഗ് റീജിയൻ.
അപ്പോൾ സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ 3 തരം ഓവർലാപ്പിംഗ് വഴി SS, SP ആൻഡ് PP. സ്ട്രോങ് ബോണ്ടാണ്, കാരണം മാക്സിമം ഓവർലാപ്പിംഗ് നടക്കുന്നു. ദെൻ അടുത്തത് പൈ ബോണ്ട്. എങ്ങനെയുള്ളവർ തമ്മിലാണ് പൈ ബോണ്ട്, എങ്ങനെ വരുമ്പോഴാണ് പൈ ബോണ്ട് ഉണ്ടാവുന്നത് പറഞ്ഞത്? ബൈ ദ സൈഡ് വൈസ് അഥവാ ലാറ്ററൽ ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്. ബൈ ദ സൈഡ് വൈസ് അഥവാ ലാറ്ററൽ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് വഴിയാണ് പൈ ബോണ്ട് ഉണ്ടാവുന്നത്. ഇതാ 2 അറ്റോമിക് ഓർബിറ്റൽസ് ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെയാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്ന ആക്സിസ് ആണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് പറയാം. അപ്പോൾ ഇവർ ഇന്റർന്യൂക്ലിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്, ഇവർ തമ്മിൽ പാരലൽ ആണ്. 2 അറ്റോമിക് ഓർബിറ്റൽസ് പാരലൽ ടു ഈച്ച് അതർ ബട്ട് പെർപെൻഡിക്കുലർ ടു ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അപ്പോൾ എങ്ങനെയാ അവർ ഓവർലാപ്പ് ചെയ്യാന്നറിയോ? ഈ 2 p ഓർബിറ്റൽസിനെയും അപ്പർ ലോബുകൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഓവർലാപ്പ് ചെയ്യും, ചെറിയൊരു ടച്ചിങ് ഉള്ളൂ. ലോവർ ലോബുകളും ഓവർലാപ്പ് ചെയ്ത് പോലെ ഇവർ തമ്മിലും കാണിച്ചു തരാം കേട്ടോ. ഈ ഭാഗം ഇവിടെ ഓവർലാപ്പ് ചെയ്യും, ഇവിടെ ഓവർലാപ്പ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് സിഗ്മ ബോണ്ട് പോലെ ഭയങ്കര ഒരു കൂടിക്കഴി എനിക്ക് ചേരലില്ല. ഈ ഓവർലാപ്പിങ്ങിനെ പറയാൻ എങ്ങനെയായിരുന്നു? ലാറ്ററൽ അഥവാ സൈഡ് വൈസ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഓവർലാപ്പിംഗ് ഇല്ലാത്ത കാരണം ഈ ബോണ്ട് വീക്ക് ബോണ്ടാണ്. ലെസ് ഓവർലാപ്പിംഗ് ഉള്ളൂ. ഈ ഓവർലാപ്പിംഗ് അത്ര കൂടുതലല്ല, ഓവർലാപ്പിംഗ് ഭയങ്കര സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് പൈ ബോണ്ട് ഈസ് എ വീക്ക് ബോണ്ട്. PP ഓവർലാപ്പിംഗ് വഴി മാത്രമേ പൈ ബോണ്ട് ഉണ്ടാവുള്ളൂ. 2 PX ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്താലും പൈ ബോണ്ട് വരിക, 2 PY ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്താലും പൈ ബോണ്ടാണ് വരിക. ഇനി സിഗ്മ ബോണ്ട് പൈ ബോണ്ട് തമ്മിലുള്ള ഡിഫറൻസസ് പറയുമ്പോൾ ആദ്യം അവരുടെ ഡെഫിനേഷൻ പറയാം. സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്. മറ്റൊരുത്ത് പറയാം ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ലാറ്ററൽ ഓർ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്. ഇനി സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ SS, SP ഓർ PP ഓവർലാപ്പിംഗ്. മറ്റൊരുത്താണെങ്കിൽ PP മാത്രമേ പറ്റുള്ളൂ. സിഗ്മ ബോണ്ടിൽ ബിക്കോസ് ഓഫ് maximum overlapping, sigma bond is a strong bond. Pi bond less extent, overlapping to a less extent, only to a less extent. So weak bond ആണ്. PP ഓവർലാപ്പിംഗ് വഴി മാത്രമേ പൈ ബോണ്ട് ഫോർമേഷൻ നടക്കുകയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ടീച്ചർ പറയാം. 2 ആറ്റംസിനെ കണക്ട് ചെയ്യാൻ സിംഗിൾ ബോണ്ട് മാത്രം ഒറ്റ ബോണ്ടേ ഉള്ളെങ്കിൽ, ഫോർ എക്സാമ്പിൾ HH സിംഗിൾ ബോണ്ടേ ഉള്ളൂ, Cl സിംഗിൾ ബോണ്ടേ ഉള്ളൂ എങ്കിൽ അത് തീർച്ചയായിട്ടും സിഗ്മ ബോണ്ടേ ആവുള്ളൂ. 2 ആറ്റംസിനെ കണക്ട് ചെയ്യാൻ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ അത് സിഗ്മ ബോണ്ട്. ഒന്നിൽ കൂടുതൽ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ടോ ലൈക്ക് ഇൻ O2, ട്രിപ്പിൾ ബോണ്ടോ നൈട്രജൻ്റെ പോലെ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബോണ്ട് ഒരു ബോണ്ട് സിഗ്മ ബോണ്ട്, ബാക്കിയുള്ള എല്ലാ ബോണ്ടും പൈ ബോണ്ട്. ഒരു ബോണ്ട് മാത്രമേ എപ്പോഴും സിഗ്മ ബോണ്ട് ഉള്ളൂ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഏത് ബോണ്ട് വരും? പൈ ബോണ്ട്. ഒരു കാര്യം കൂടി പറയാം, സിഗ്മ ബോണ്ടിൽ ഫ്രീ റൊട്ടേഷൻ ഓഫ് മോളിക്യൂൾസ് അറൗണ്ട് ദ ബോണ്ട് പോസിബിൾ. സിഗ്മ ബോണ്ടിന് ചുറ്റും മോളിക്യൂൾസ് ആറ്റംസിന് ഫ്രീ റൊട്ടേഷൻ നടത്താം, ഒരു കുഴപ്പമില്ല. പക്ഷേ പൈ ബോണ്ടിൽ ഫ്രീ റൊട്ടേഷൻ നോട്ട് പോസിബിൾ. കാരണം ഫ്രീ റൊട്ടേഷൻ നടക്കുമ്പോൾ ഈ ഓവർലാപ്പിംഗ് നഷ്ടപ്പെടും, പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇത്രയാണ് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിൽ, സിഗ്മ ബോണ്ടിനെയും പൈ ബോണ്ടിനെയും പറ്റി പറയാനുള്ളത്. അടുത്തത് ബാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് തന്നെ അതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഭാഗം കേട്ടോ. കോൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. Concept of hybridization. അപ്പോൾ നമ്മൾ പറഞ്ഞു വാലൻസ് ബോണ്ട് തിയറിക്കാരുടെ ആശയം അനുസരിച്ച് കമ്പൈനിങ് ആറ്റംസിൻ്റെ വാലൻസ് ഷെല്ലിൽ കിടക്കുന്ന ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് പരസ്പരം ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? സിഗ്മ ബോണ്ടൊക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കോവലൻ്റ് ബോണ്ട് ഉണ്ടാവുന്നത്, സിഗ്മയിലും പൈയായും. ഒരു കാര്യം കൂടി പറയണത്, ചില ആറ്റംസിൻ്റെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ ഒരു ഓർബിറ്റലാവില്ല, ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഒന്നിൽ കൂടുതലുണ്ടാവും. അത് തന്നെ ഒരാൾ S ഓർബിറ്റലാവാം, ബാക്കിയുള്ള P ഒക്കെ ആവാം. അപ്പോൾ പറയണത് അവർ ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കുന്നതിന് മുന്നേ അവർ പരസ്പരം അവരുടെ എനർജിയും എന്താ പറയുക ഷേപ്പൊക്കെ എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവർ ഒരേപോലത്തെ ഷേപ്പും ഒരേപോലത്തെ എനർജിയുള്ള ആളുകളായിട്ട് തീരും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ.
ഫോർ എക്സാമ്പിൾ ഇത് പറയാൻ വേണ്ടി എപ്പോഴും നമുക്ക് കാർബൺ എക്സാമ്പിൾ എടുക്കാം കേട്ടോ. കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ് കോൺഫിഗറേഷൻ. 1s2 അത് ഇന്നർ ഷെല്ലാണ്, നോക്കണ്ട. അവസാനത്തെ ഷെല്ലിൽ മാത്രമേ ഈ പണി നടക്കുള്ളൂ കേട്ടോ. 2s2, 2px, 2py, 2pz. 4 എണ്ണം കഴിഞ്ഞ് ബാക്കി 2 എണ്ണം കൺസോൾ വെച്ചിട്ട് ഓരോന്നും കൊടുക്കാം. അപ്പം നോക്കിയേ, ബാലൻസ് ബോണ്ട് തിയറിക്കാർ പറയുന്നതനുസരിച്ച് കോവലൻ്റ് ബോണ്ട് ഫോർമേഷനിൽ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് മാത്രമേ പങ്കെടുക്കുള്ളൂ. അപ്പോൾ ഇത് പ്രകാരം ഇവിടെ ആകെ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റലേ ഉള്ളൂ. അപ്പോൾ കാർബണിന് എത്ര കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ? 2. പക്ഷേ നമുക്കറിയാം CH4 പോലെയുള്ള കാർബണിൻ്റെ കോമ്പൗണ്ടുകളിലൊക്കെ കാർബൺ എത്ര ബോണ്ട് ഫോം ചെയ്യുന്നത്? 4. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ആശയങ്ങളിലേക്ക് എത്തും. അവർ പറയണത് ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ കാർബൺ ആരെങ്കിലുമൊക്കെ ആയിട്ട് കൂടിച്ചേരുന്ന സമയത്ത് കാർബൺ ഗോസ് ടു എൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റിനെ പറയാം ഹൈ എനർജി സ്റ്റേറ്റ്. അങ്ങനെ വരുമ്പോൾ ഇവർക്കൊക്കെ എനർജി കിട്ടും. അപ്പോൾ ഇന്നർ ഷെല്ലിന് ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെ നിൽക്കും. ഇത് ബാലൻസ് ഷെല്ലാണ്. ബാലൻസ് ഷെല്ലിൽ തന്നെ ഏറ്റവും താഴത്തെ എനർജിയാണ് 2s. ഇവർക്കൊക്കെ ഇവരെക്കാൾ ഹൈ എനർജിയാണ്. ഇതിൻ്റെ 2sൽ ഒരു ഇലക്ട്രോൺ 2s1 ആയി. ആ ഒരു ഇലക്ട്രോൺ ഒഴിഞ്ഞു കിടക്കണ 2pയിലോട്ട് പോകും. എനർജി കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരും. ഇയാളെക്കാൾ എനർജി വേണ്ടിട്ട് ഇങ്ങോട്ട് കിടക്കാൻ കണ്ടോ. അപ്പോൾ 2s ബിക്കം അതിലത്തെ ഒരു ഇലക്ട്രോൺ പെയറിങ് നഷ്ടപ്പെടുത്തിയിട്ട് ഒരു ഇലക്ട്രോൺ പ്രൊമോട്ടഡ് ടു വേക്കൻറ്റ് 2p ഓർബിറ്റൽ. നോക്കും മക്കളെ, ഇപ്പോൾ കാർബണിൻ്റെ കയ്യിൽ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റലാണ്? 1 2 3 4. ഞാൻ കാർബണിന് റെഡി ടു ഫോം 4 ബോൺസ്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മീഥേൻ എക്സാമ്പിൾ എടുക്കുകയാണെന്ന് കരുതാം. CH4 കാർബണിന് ചുറ്റും 4 ബോണ്ട് ഉണ്ട്. എക്സ്പെരിമെൻറ്റ്സ് പറയണത് ഈ 4 CH ബോൺസ് ഒരേ നേച്ചറാണ്, ഒരേപോലെ ഇരിക്കുന്നത്. നോക്കിയേ, ബോണ്ടിങ്ങിൽ ഓർബിറ്റൽ ബോണ്ട് ഫോം ചെയ്യണത് ഒന്ന് 2s ഓർബിറ്റലും ഹൈഡ്രജൻ്റെ 1s കൂടി SS ഓവർലാപ്പ്. പിന്നെ അത് 2pxും ഹൈഡ്രജൻ്റെ 1s തമ്മിൽ, പിന്നെ 2pyയും ഹൈഡ്രജൻ്റെ 1s തമ്മിൽ, പിന്നെ ഓവർലാപ്പ് ചെയ്യണ്ടേ ഈ ഹാഫ് ഫിൽഡ് ഓർബിറ്റലും ഹൈഡ്രജൻ്റെ 1s. അപ്പോൾ SS ഓവർലാപ്പിംഗ്. പിന്നെ അത് SP ഓവർലാപ്പിംഗ്, SP ഓവർലാപ്പിംഗ്, SP ഓവർലാപ്പിംഗ്. അങ്ങനെയാണെങ്കിൽ ആ മീഥൈനിൽ ഒരു ബോണ്ട് വ്യത്യാസമായിരിക്കും, 3 ബോണ്ട് ഒരുപോലെ ആയിരിക്കും. പക്ഷെ അല്ല, മീഥൈനിൽ എല്ലാ ബോണ്ടും ഒരുപോലെയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്താണ് ഹൈബ്രിഡൈസേഷൻ്റെ പ്രസക്തി. അവർ പറയണത്, അവരുടെ ആശയപ്രകാരം അവർ പറയണത്, ഇവർ ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കുന്നതിന് മുന്നേ, മറ്റുള്ളവരുടെ ഓർബിറ്റലുമായിട്ട് കൂടിച്ചേരുന്നതിന് മുന്നേ ഇവർ പരസ്പരം ഒരു ധാരണയിലെത്തും. നോക്കുക, ഇതിൽ 2sന് എനർജി കുറവാണ്, 2pക്കാർക്ക് എനർജി കൂടുതലാണ്. അവർ പരസ്പരം അവരുടെ എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എല്ലാവരും ഒരേ എനർജിയിലേക്ക് എത്തും, ഒപ്പം ഒരേ ഷേപ്പും സ്വീകരിക്കും. അതിന് നടത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. വ്യത്യസ്ത തരം സ്വഭാവമുള്ള ഓർബിറ്റൽസ്. ദ പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ടു ഫോം ന്യൂ ഓർബിറ്റൽസ് ഓഫ് ഐഡന്റിക്കൽ ഷേപ്പ് ആൻഡ് ഇക്വലന്റ് എനർജി. ബാലൻസ് ഷെല്ലിന് അല്ല, അറ്റോമിക് ഓർബിറ്റൽസ് വ്യത്യസ്ത എനർജി വ്യത്യസ്ത ഷേപ്പുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്തിട്ട് ഒരേ ഷേപ്പും ഒരേ എനർജിയുള്ള പുതിയ ഓർബിറ്റൽസ് ഉണ്ടാവും. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. ഇപ്പം നോക്കാം, ഒരു 2s ഓർബിറ്റലും 3 2p ഓർബിറ്റൽസിനും പരസ്പരം അവരുടെ എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻ്റർമിക്സ് ചെയ്ത് എത്ര പുതിയ ഓർബിറ്റൽസ് ഉണ്ടാവും? 4 എണ്ണം. അതാണ് ഹൈബ്രിഡൈസേഷൻ്റെ പ്രത്യേകത. 4 ഓർബിറ്റൽ ഇവിടെ ഉണ്ടായിരുന്നു, പുതിയതുണ്ടാവുന്നത് എത്ര തന്നെ? 4 എണ്ണം. പക്ഷെ ആ 4 പേർക്കും ഒരേ ഷേപ്പ്, ഒരേ എനർജി, ഒരേ പേരുമാണ്. ഇവർ വഴി ഉണ്ടാവുന്ന ആ ഹൈബ്രിഡ് ഓർബിറ്റൽ, പുതിയതുണ്ടാവുന്ന ഈ ഇവരുടെ ഇന്റർമിക്സിങ് എന്ന് വെച്ചാൽ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഓർബിറ്റലുകളെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഹൈബ്രിഡ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, സങ്കരൻ എന്നൊക്കെ പറയുന്നത്. ഹൈബ്രിഡ് ഓർബിറ്റൽസ്, പുതിയതുണ്ടാവുന്ന ഓർബിറ്റൽസിനെ വിളിക്കുന്ന പേര് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇവിടുത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ പേര് എന്താണെന്ന് പറയട്ടെ? sp3. ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടി ഇന്റർമിക്സ് ചെയ്തിട്ടുണ്ടാവണ ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ പേരാണ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അങ്ങനത്തെ എത്ര sp3 ഉണ്ടാവുന്നുണ്ട്? 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിനും ഒരേ എനർജി, ഒരേ ഷേപ്പാണ്. ഒരു ഷേപ്പ് എങ്ങനെ കാണിക്കാന്ന് അറിയും? ഒരു ലാർജ് ലോങ്ങും ഒരു സ്മോൾ ലോങ്ങും. 4 sp3ക്ക് ഇതാ ഷേപ്പ്. എസിൻ്റെ ഷേപ്പ് ഇത്, പിയുടെ ഷേപ്പ് ഇത്. ഇവർ ഇന്റർമിക്സ് ചെയ്ത പി ഷേപ്പിലേക്ക് എത്തി. 4 sp3 ഓർബിറ്റൽസിനും ഇതാ ഷേപ്പ്, ഒരു വലിയ ലോങ്ങും ഒരു ചെറിയ ലോങ്ങും. 4 പേർക്കും 4 sp3 ഓർബിറ്റൽസിനും ഒരേ എനർജി, ഒരേ ഷേപ്പ്. ഇതാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ആശയം. ഇനി ഹൈബ്രിഡൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ. ഒന്നാമത്തെ, ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ്
is equal to number of atomic orbitals undergoing intermixing. അതായത് എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ്റർമിക്സ് ചെയ്തു അത്ര തന്നെ എന്തുണ്ടാവുന്നുണ്ട്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവർ ഉണ്ടായപ്പോൾ തന്നെ ഈ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡൈസേഷൻ കഴിയുമ്പോൾ മോളിക്യൂളിൻ്റെ ഷേപ്പിനെ പറ്റി ഒരു ധാരണയും. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഡയറക്റ്റഡ് ഇൻ സ്പേസ് ഇൻ സം പർട്ടിക്കുലർ ഡയറക്ഷൻസ്. സോ ഗിവ് ജോമെട്രി. 3, ബോണ്ട് ഫോർമേഷന് കുറച്ചും കൂടി സ്റ്റേബിൾ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് ഹൈബ്രിഡ് ഓർബിറ്റൽ വഴിയാണ്. ഒരു എസ് ഓർബിറ്റൽ ബോണ്ട് ഫോം ചെയ്യുന്നതിനേക്കാളും സ്റ്റേബിൾ ബോണ്ടായിരിക്കും sp3 ഓർബിറ്റൽ. നോക്ക്, ഇപ്പോൾ ദേ കാർബണിൻ്റെ എസ് ഓർബിറ്റലും ഹൈഡ്രജൻ്റെ എസ് ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ കഴിയും, SS ഓവർലാപ്പിംഗ്. അങ്ങനെ ഉണ്ടാവുന്ന ഹൈഡ്രജൻ കോവലൻ്റ് ബോണ്ടിനേക്കാൾ സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ sp3 ഓർബിറ്റലല്ലേ കാർബണിൻ്റെ കയ്യിൽ sp3 ഓർബിറ്റലും ഹൈഡ്രജൻ്റെ എസ് ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ hybrid orbitals are more effective in forming stable bonds than സാധാരണ pure atomic orbitals. അപ്പോൾ characteristics of hybridization. Then പലതരം hybridization ഉണ്ട്. അത് നമുക്ക് ഒരെണ്ണം പറയാം, sp3 hybridization. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിൻ്റെ ഈ കാര്യം പറയാം കേട്ടോ. sp3 hybridization ഒരു s orbital. The process involves the intermixing of 1 s orbital and 3 p orbitals. ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റൽസും ഇൻ്റർമിക്സ് ചെയ്ത് 4 പുതിയ sp3 ഓർബിറ്റൽസ് ഉണ്ടാവുന്ന ഹൈബ്രിഡൈസേഷൻ്റെ പേരാണ് sp3 ഹൈബ്രിഡൈസേഷൻ. 4 ഓർബിറ്റൽസ് ആണ്. അപ്പോൾ അവർ ഡയറക്റ്റ് ചെയ്ത് നിൽക്കുക ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. അതിന് നമുക്ക് VSEPRലേക്ക് പോയാൽ മതി. VSEPRൽ നമ്മൾ പറഞ്ഞു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 4 ഇലക്ട്രോൺ പെയറാണെങ്കിൽ അവർ ടെട്രാഹെഡ്രൽ ഷേപ്പിലാണ് നിൽക്കുക. അതന്നെ ഇവിടെ ഇവർക്ക് ഇപ്പോൾ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്? ഹാഫ് ഫീൽഡ് 4 എണ്ണം. ആ 4 sp3 ഓർബിറ്റൽ കാർബണിന് ചുറ്റും 109 ഡിഗ്രി 28 മിനിറ്റിൽ നിൽക്കും. സോ മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്ത് ഷേപ്പ് വരും? ടെട്രാഹെഡ്രൽ ഷേപ്പ്. ഇതേ 4 sp3 ഓർബിറ്റൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. 1 2 3 4. ഇത് പുറകിലേക്ക് പോണതാട്ടോ, 3 ഡയമെൻഷനിലല്ലേ. ഇവർക്കൊക്കെ ചെറിയ ലോബ് ഉണ്ടെന്ന് തോന്നുന്നു. ഇയാളുടെ ചെറിയ ലോബ് ഇവിടെ വരയ്ക്കാം, ഇതിൻ്റെ ഇവിടെ വരയ്ക്കാം, ഈ 2 കൂടി 4 sp3 ആണ്. ഇനി ഇവർ ഓവർലാപ്പ് ചെയ്യണത് ആരായിട്ട്? ഹൈഡ്രജൻ്റെ 1s ആയിട്ട്. ഹൈഡ്രജൻ്റെ 1s കാർബൺ ആക്കാം. ഇവിടെ ഇതാ ഹൈഡ്രജൻ്റെ 1s, ഇവിടെയും ഹൈഡ്രജൻ്റെ 1s, ഇവിടെയും ഹൈഡ്രജൻ്റെ 1s. ദേ അപ്പോൾ sp3 ഓർബിറ്റലും s ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്യണു. അതിൻ്റെ ഫലമായിട്ട് കാർബണിന് ചുറ്റും 4 CH bonds ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. അപ്പോൾ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്. അപ്പോൾ മീഥേൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്താ മക്കളെ? ടെട്രാഹെഡ്രൽ ഷേപ്പ്. അപ്പോൾ sp3 hybridization അതിൻ്റെ ഡെഫിനിഷൻ ആദ്യം പറയാം. ദ പ്രോസസ് ഇൻവോൾവ്സ് ദ ഇന്റർമിക്സിംഗ് ഓഫ് 1 s ഓർബിറ്റൽ ആൻഡ് 3 p ഓർബിറ്റൽസ് ഫോമിംഗ് 4 sp3 hybrid orbitals directed at an angle 109 degree 28 minutes with each other. So shape of the resulting molecule is tetrahedral. Then sp3 hybridization വെച്ചിട്ട് ഒരു മോളിക്യൂളും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, അതാണ് ഈഥെയിൻ മോളിക്യൂൾ. മീഥെയിൻ്റെ തൊട്ടടുത്ത മെമ്പറാണ് ആൽക്കൈൻ ഫാമിലിയിൽ മീഥെയിൻ കഴിഞ്ഞ് വരുന്ന മോളിക്യൂളാണ് ഈഥെയിൻ. C2H6 അഥവാ ഈഥെയിൻ ഫോർമുല C2H6 അഥവാ ഇങ്ങനെ പറയണം CH3CH3. അപ്പോൾ നോക്കാം മക്കൾ, ഒരു കാർബൺ എത്ര ആളായിട്ട് ചേരുന്നുണ്ട്? 3 ഹൈഡ്രജനായിട്ട് ഒരു കാർബണായിട്ടും. അപ്പോൾ ഇത് 2 കാർബണും 4 പേരായിട്ട് ചേരുന്നുണ്ട്. സോ അവരുടെ ഹൈബ്രിഡൈസേഷൻ 2 കാർബണും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ ഓരോ കാർബണിൻ്റെ കയ്യിലും എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നുണ്ട്? 4. ഇതാ അപ്പോൾ 2 കാർബണിൻ്റെ കയ്യിലും 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. 1 2. അടുത്ത കാർബണിൻ്റെ കയ്യിൽ ഇതുപോലെയുണ്ട്. ഈ കാർബണിൻ്റെ ഒരു sp3 ഓർബിറ്റലും ഇവിടുത്തെ ഈ കാർബണിൻ്റെ sp3 ഓർബിറ്റലും ഓവർലാപ്പ് കണ്ട. അപ്പോൾ C സിഗ്മ ബോണ്ട്. ഇനി ബാക്കി 3 ആണല്ലേ, 3 ഹൈഡ്രജൻ്റെ 1s ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. 2 പേരും കേട്ടോ. അപ്പോൾ
സിഗ്മ ബോൺസ് 3 CH സിഗ്മ ബോൺസ്. ഇതാണ് ഈഥൈൻ മോളിക്യൂൾ. ഈഥൈൻ മോളിക്യൂളിൻ്റെ ഷേപ്പ് കേട്ടോ. അപ്പോൾ ഈഥൈൻ മോളിക്യൂൾ ഇതിൻ്റെ ഈ സ്ട്രക്ചർ പഠിച്ചിരുന്നെങ്കിൽ വിരോധിൽ ഇതും ഈഥൈൻ മോളിക്യൂളിൽ നിന്ന് ആകെ സ്ട്രക്ചർ വരയ്ക്കാൻ വളരെ ചാൻസ് കുറവാണ് ചോദിക്കാനായിട്ട്. ആകെ അതിൽ ഇത് മാത്രമേ ചോദിക്കാൻ വഴിയുള്ളൂ. അതിൽ sp3 ഹൈബ്രിഡൈസേഷൻ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കാർബണിൻ്റെ കയ്യിൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ, അതിൽ ഇയാളുടെ ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഇയാളുടെ ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്യുന്നു. CC സിഗ്മ ബോണ്ട്. ബാക്കി 3 ഇങ്ങനെ 3 ഹൈഡ്രജന് 1s ഓർബിറ്റിലായിട്ട്, ഇവിടെയും 3 അങ്ങനെ CH സിഗ്മ ബോൺസ്. 3 CH സിഗ്മ ബോൺസ്, ഒരു CC സിഗ്മ ബോണ്ടും. ഇതാണ് ഈഥൈൻ. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞു. ഇനി sp2 ഉണ്ട്, sp ഒക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.